സഹൃദയരെ, ലോകത്തിലെ മറ്റാഘോഷങ്ങൾക്കൊപ്പം ക്രിസ്മസും ഇന്ന് എണ്ണപ്പെട്ടിരിക്കുന്നു. ക്രിസ്മസിനായി ഒരുക്കുന്ന പുൽക്കൂട്ടിലല്ല ഉണ്ണീഷോ പിറക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഞങ്ങളുടെ ഈ എളിയ അവതരണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കട്ടെ പുൽക്കൂട്. എന്റെ മോളെ, നീ ഇതൊന്ന് താഴ്ത്തി വെച്ചേ, ഇതൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. അങ്ങനെ പറയല്ലേ അമ്മച്ചി, ഞാൻ ഉറങ്ങുമ്പോ മാറ്റി വെക്കാറുണ്ടല്ലോ. ഓ പിന്നെ, എപ്പോഴാ ഉറങ്ങുന്നേ? ഇപ്പോഴത്തെ പിള്ളേർ കന്തിപ്പാതിരാ വരെ ഇത് കയ്യിലല്ലയോ. ഈ അന്നമ്മച്ചിയെ കൊണ്ട് തോറ്റു. എപ്പോഴും എന്റെ പിറകെ തന്നെയാണല്ലോ. പിന്നെ ആരെങ്കിലും വേണ്ടേ ശ്രദ്ധിക്കാൻ? നിന്റെ അപ്പനും അമ്മയ്ക്കും തിരക്കോട് തിരക്കല്ലേ. അത് അമ്മച്ചി അവർക്കിട്ടൊന്ന് കൊട്ടിയതാണല്ലോ. കൊട്ടും കിട്ടുമെന്നുമല്ല, പറയാനുള്ളത് ഞാൻ എവിടെയും പറയും. ആരെന്താ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. തന്നെ തന്നെ. എന്നിട്ട് പപ്പയുടെ മുഖം ഒന്ന് കറുക്കുമ്പോ കാണാം നെഞ്ചത്തടിയും നിലവിളിയും. അത് പിന്നെ എന്റെ മക്കളുടെ മുഖം കറുത്ത പണ്ടേ എനിക്ക് സഹിക്കൂല. ദേ അന്നമ്മച്ചി ഇപ്പൊ കരയും. ഒന്ന് പൊക്കേടി കൊച്ചേ, ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. പിന്നെ ദേഷ്യം വരുമ്പോ എല്ലാരും കരയുവാണല്ലോ. ഇപ്പൊ എന്റെ അമ്മച്ചിയുടെ പ്രശ്നം എന്താ? എന്നെ കൊണ്ട് എന്തോ പരിപാടി ഒപ്പിക്കാനാ. അതങ്ങ് പറഞ്ഞോ. എന്തോന്ന് പരിപാടി? ക്രിസ്മസിന് അടുത്തു, ഒന്നിനും ആ വിചാരമില്ല. ഗൊച്ച് ഗള്ളി, ആര് പറഞ്ഞു വിചാരമില്ലെന്ന്? അമ്മച്ചിക്കറിയോ, ഇന്നലെ ഇന്നുമായി ഞാൻ 5 റീൽസാ ചെയ്തത്. അതില് 4 ക്രിസ്മസിന്റെയാ. ഇതിനൊക്കെ ഞാനെന്താ പറയേണ്ടത്? അമ്മച്ചിയേ, എന്നെ കളിയാക്കുവാണല്ലേ? ദേ നോക്കി, എത്ര കമന്റും ലൈക്കും എനിക്ക് കിട്ടിയെന്ന് നോക്ക്. എന്നിട്ട് അമ്മച്ചി പറ, അമ്മച്ചിയുടെ മോള് മിടുക്കിയല്ലേന്ന്. നമുക്കൊരു വീഡിയോ പിടിച്ചാലോ? ഹലോ ഗൈസ്, ഇതാണ് എന്റെ യോയോ അമ്മച്ചി. എന്റെ മോളെ, അമ്മച്ചിക്ക് ഇതൊന്നും പിടിക്കത്തില്ല. അയ്യേ, അപ്പൊ അമ്മച്ചി പഴഞ്ചനാ? ആ, ഈ അമ്മച്ചി ഇത്തിരി പഴഞ്ചനാ. നിങ്ങൾക്കൊക്കെ പഴയതിനൊന്നും വിലയില്ലല്ലോ. ഓ, നിന്റെ അമ്മ ഇങ്ങനെ പറയുന്ന കേട്ടു, നിങ്ങൾ പുതിയ തലമുറയോട് ഇങ്ങനൊന്നും പറയരുതെന്ന്. നിങ്ങളെന്തോ ജേഴ്സിയോ ജാൻസിയോ ആണെന്ന്. അയ്യേ, ജേഴ്സി അല്ല അമ്മച്ചി, ജെൻസി. പണ്ട് പശുവിനെ വളർത്തിയിരുന്ന കാലത്ത് ജേഴ്സി പശുവാണ് നല്ല വിലയുള്ളതാണെന്ന് എന്റെ അപ്പച്ചൻ പറയുമായിരുന്നു. നല്ല മികച്ച ഇനമാണെന്നാ കേട്ടിട്ടുള്ളേ. അപ്പച്ചൻ അതുങ്ങളോട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്കതാ ഓർമ്മ വന്നേ. എന്തായാലും അതുങ്ങളെ മേയ്ക്കാൻ ഇത്ര പാടില്ലായിരുന്നു. അതൊരു കാലം. ഈ അമ്മച്ചി എന്തോ ഈ പറയുന്നേ? അവയെ പോലാണോ നമ്മള്? ഇപ്പോഴത്തെ പിള്ളേർക്ക് കഴുത്തിന് ചുറ്റും നാക്കാണല്ലോ. വല്ലതും പറഞ്ഞു ജയിക്കാൻ പറ്റുമോ? അമ്മച്ചി, എന്റെ പൊന്നമ്മച്ചിക്ക് എന്താ വേണ്ടത്? ഞാൻ അമ്മച്ചി പറയുന്നത് കേൾക്കണം. കേൾക്കാം, അമ്മച്ചി പറ. പണ്ട് ഡിസംബർ ആകുമ്പോഴേ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. ഇനി ക്രിസ്മസിന് 5 ദിവസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. ആര് പറഞ്ഞു? ഡ്രസ്സൊക്കെ എന്നേ എടുത്തല്ലോ. എന്താണ് അമ്മൂമ്മച്ചിയും കൊച്ചുമോളും തമ്മിലൊരു കിന്നാരം? വിമലയോ, ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ ഒരുക്കം തുടങ്ങിയില്ലാന്ന് പരാതി പറയുമായിരുന്നു വിമലാന്റി. ഞാനും അത് ചോദിക്കാൻ വന്നതാ. എന്ത്? ഇക്കുറി ഇവിടെ ക്രിസ്മസ് ഇല്ലേന്ന്? അതെന്നാ ചോദ്യമാടി? ഞങ്ങൾ എന്താ സത്യക്രിസ്ത്യാനികളല്ലയോ? അങ്ങനെ പറഞ്ഞ ഇപ്പൊ മിക്ക വീടുകളിലും ട്രീയും പുൽക്കോടും സ്റ്റാറും ഒക്കെ ഒരുക്കും. അതിപ്പോ ക്രിസ്ത്യാനി ആയാലും അല്ലേലും. ആണല്ലോ, പക്ഷേ ഇവിടെ അതുപോലും ചെയ്തില്ലല്ലോ ഇതുവരെ. അവർക്ക് അവധിയാവണം ഇവിടെ ഇതൊക്കെ വരാൻ. അതിന് എത്ര നേരം വേണം? ഈ റീന കുഞ്ഞ് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കുഞ്ഞിന് പഠിക്കാനൊക്കെ ഇല്ലയോ? ഈ ഫോണിൽ കുത്തുന്ന നേരം മതിയല്ലോ. എടി കൊച്ചേ, നീ എന്നതാടി എന്റെ കുഞ്ഞിനെ പറയുന്നേ? അത് ശരി, എന്റെ വിമലാന്റി ഇത്രയും നേരം ഇതും പറഞ്ഞ് എന്നോട് വഴക്കടിച്ചോണ്ടിരുന്ന ആളാ. അത് പിന്നെ ഞാൻ എന്റെ കൊച്ചിനെ തെറ്റ് കണ്ടാ വഴക്ക് പറയും എന്ന് കരുതി മറ്റുള്ളവർക്കും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അമ്മച്ചി വിമലയോടാണോ വഴക്ക്? എന്ത് പറ്റി അമ്മച്ചി? 25 നോമ്പെടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി ഇങ്ങനെയൊന്നും അല്ലല്ലോ.
ക്രിസ്മസിന്റെ സന്ദേശം വരുത്തുമ്പോഴേ നോമ്പ് പൂർണ്ണമാകുമെന്നല്ലേ അമ്മച്ചി പറയാറ്? അതിന് അമ്മച്ചി വഴക്കിട്ടതൊന്നുമല്ല, കൊച്ചുമോളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാ. അതെ മമ്മി, എന്നെ ഈ അമ്മച്ചി സ്നേഹിച്ചു കൊല്ലുക. അതൊക്കെ പോട്ടെ, എന്തോ ഒരു സന്ദേശത്തിന്റെ കാര്യം പറയുന്ന കേട്ടല്ലോ. സന്ദേശം എന്ന് വെച്ചാ? സന്ദേശം എന്നാൽ മെസ്സേജ്. ഓ, മെസ്സേജ്. പിന്നെ അവളുടെ ഒരു അഭിനയം. എടി ലിസി, അവൾ നിന്നെ ആക്കിയതാ, നീ അങ്ങ് വിശ്വസിച്ചു മണ്ടി. പിന്നെ അവൾക്ക് അറിയാനിട്ട് ചോദിച്ചത് തന്നെയാ അല്ലേടി? ഇനി അതും പറഞ്ഞ് രണ്ടും കൂടി തുടങ്ങും. എടി വിമലേ, നീ രാവിലെ ചുമ്മാ വന്നെയാ? ചുമ്മാതല്ല, അമ്മച്ചിട്ട വയനുണ്ടെങ്കിൽ ഒരു കുപ്പി ചോദിക്കാനായിരുന്നു. ആ ഉണ്ട് ഉണ്ട്. റീനുമോളെ, ആ സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന വൈൻ കുപ്പി അങ്ങ് എടുത്തു കൊടുത്തേക്ക്. ആ ശരി. എടാ മോനെ, എല്ലാ കൊല്ലവും ആ സിസ്റ്റർമാർ നടത്തുന്ന അനാഥാലയത്തിൽ പോകുന്നതല്ലേ? ഇക്കൊല്ലം എന്തേ അത് വേണ്ടെന്ന് വെച്ചത്? അമ്മച്ചി പറഞ്ഞതുപോലെ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ. ഈ വർഷം പോയില്ലേലും സാരമില്ല. ചുമ്മാതിരിയച്ചാ. അമ്മച്ചി, ഈ അച്ചായൻ അമ്മച്ചിയുടെ കുറുമ്പ് കാണാൻ വേണ്ടിയാ പറയുന്നേ. അവിടെ പോകാനുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അവന്റെ ഒരു കുറുമ്പ്. വൈൻ എന്തേ മോളെ? അതവിടെ കണ്ടില്ല അമ്മച്ചി. എന്താ മോളെ, നീ ഈ വീട്ടിലല്ലേ താമസം? അവളെ അമ്മച്ചി അല്ലാതെ വേറെ ആരെയും പറഞ്ഞു വിടുമോ? ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതാണ് ജെൻസി കുട്ടികളുടെ പ്രത്യേകത. എന്താ പപ്പ ഞങ്ങൾക്കൊരു കുഴപ്പം? ഈ സില്ലി കാര്യങ്ങൾ വെച്ചാണോ ജഡ്ജ് ചെയ്യുന്നത്? നിങ്ങൾ വലിയവർ ചെയ്യുന്നതിനേക്കാൾ കാര്യങ്ങൾ നല്ല ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും. അല്ലേ പപ്പ എന്തെങ്കിലും എന്നെ ഒന്ന് ഏൽപ്പിച്ച് നോക്ക്. എങ്കിൽ ശരി ലിസി, ഇത്തവണത്തെ ക്രിസ്മസ് മോളെ ഏൽപ്പിക്കാം അല്ലേ? 5 ദിവസമേ ഉള്ളൂ. ആർ യു റെഡി? യെസ്, ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷെ ഒരു കാര്യം, ആവശ്യത്തിന് കാശ് തരണം. അതിന്റെ കൃത്യമായ കണക്ക് ഞാൻ ഏൽപ്പിച്ചേക്കാം. റീനുസേ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പപ്പ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ, ഓക്കെ? എന്റെ ഐഡിയ എന്ന് പറഞ്ഞേ. സിമ്പിൾ അല്ലേ? ഡ്രസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അപ്പോൾ ആ ടാസ്ക് ഒഴിവായി. പിന്നെ ഒരുക്കങ്ങൾ, അതിനുള്ളതെല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. കുറച്ചുകൂടി ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങണം. എന്നിട്ട് പിന്നെ ഫുഡ്, എല്ലാ വിഭവങ്ങളും, ഐ മീൻ ഓൾ ടൈപ്പ് ഓഫ് മീറ്റ് ആൻഡ് ഫിഷ് ആൻഡ് സോ ഓൺ. നിങ്ങൾ ഞെട്ടും. പിന്നെ കുറെ ഞൊട്ടും. ഈ ഓൾ ടൈപ്പ് ഓഫ് മീറ്റ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പോർക്ക് ഉണ്ട്, താറാവുണ്ട്, പിന്നെ മീനാണ് നെത്തോലി മുതൽ മീൻ വരെ. അപ്പോ അനാഥാലയത്തിൽ പോകണ്ടേ? അത് ഇതുമായി കൂട്ടി കലർത്തല്ലേ. കഴിഞ്ഞോ പൊന്നുമോളുടെ ക്രിസ്മസ്? സോറി പപ്പ. പിന്നെ പപ്പയ്ക്കും ഫ്രണ്ട്സിനും ദേ ഇത് എത്ര വേണമെന്ന് പറഞ്ഞാ മതി, ഓക്കെ? കഴിഞ്ഞോ പൊന്നെ? അമ്മച്ചി ക്ഷമി ക്ഷമി, കീടു ഐറ്റം വരുന്നതേ ഉള്ളൂ. അതെന്താണാവോ? ഇനിയുമുണ്ടോ? ഇവളാള് കിടുവാണല്ലോ. ആർക്കും ഒരു ക്ഷമയില്ലല്ലോ. എല്ലാരും കൂടി ഒരു സൂപ്പർ ട്രിപ്പ്. എവിടാന്ന് ചോദിക്കരുത്, അത് സർപ്രൈസാ. ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? കണ്ടോ കണ്ടോ, എല്ലാരും വണ്ടറടിച്ചു പോയി. അവളുടെ ഒരു സർപ്രൈസ്. വാങ്ങി ബിബിലെ, കുറച്ച് വയനും കൂടി കുപ്പിയിലാക്കാനുണ്ട്. അതെങ്കിലും നടക്കട്ടെ. എന്തിനാ എന്തിനാ എല്ലാരും ചിരിക്കുന്നേ? എന്തിനാ? സാരമില്ല മോളെ, മോൾക്ക് അറിയില്ല, അതാണ്. മോളുടെ കുഴപ്പമല്ല. എന്ത്? ഞാൻ പറഞ്ഞത് പൊളിയല്ലേ? ബൈ ദ ബൈ, അതേ മോളെ, മോള് പറഞ്ഞത് പൊളിയാണ്. മോളുടെ വ്യൂ ഓഫ് പോയിന്റിൽ അത് പൊളി തന്നെ. പക്ഷേ മോള് പറഞ്ഞ അടിച്ചു പൊളിച്ചുള്ള ആഘോഷങ്ങളിലോ തിന്നുകുടിച്ച് രസിക്കുന്നതിലോ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല ക്രിസ്മസ്. പാപത്തിലാണ്ടിരുന്ന മനുഷ്യരെ രക്ഷിക്കാനായി ഭൂമിയിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ആ ദിവസം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വരുത്തുന്ന ആഘോഷമാണ്. ഓ, അതാണല്ലേ നേരത്തെ പറഞ്ഞ സന്ദേശം. ഞാനീ പറഞ്ഞതൊക്കെ ക്രിസ്മസിനുണ്ടല്ലോ, അപ്പോൾ അത് തെറ്റാ? മോള് പറഞ്ഞതൊക്കെ ആഘോഷങ്ങൾ തന്നെ. ഒത്തുചേരലിന്റെ സന്തോഷമുണ്ടല്ലോ അതിൽ. പിന്നെ ആഘോഷങ്ങൾ ഈ വിധമാക്കുന്നത് നമ്മൾ മനുഷ്യരല്ലേ. അതിൽ ഓരോരുത്തരും അവരവരുടെ സന്തോഷത്തിന് ഓരോന്ന് കൂട്ടിച്ചേർക്കുന്നു. അമ്മച്ചി കൊച്ചുമോളോട് പറയുന്നതിനിടയിൽ ഓരോ ഞൊട്ടു തരുന്നുണ്ടേ. ഞൊട്ട് കൊണ്ടുടാ ജോസേ, കൊള്ളണം. കൊച്ചു വളർന്നത് മുതൽ അവൾ കാണുന്നതല്ലേ പഠിക്കൂ. പിന്നെ ഇന്നത്തെ കുട്ടികൾ ഫോണയിൽ കുടുങ്ങി കിടക്കുമല്ലേ.
നീ എടുക്കുന്ന കുപ്പി സന്തോഷത്തിനുള്ളതാണെന്നേ കുഞ്ഞിനറിയൂ. അതൊരു ലഹരിയായി തീർന്നാൽ ജീവിതം പടുകുഴിയിലാവുമെന്ന് കൂടി പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. അമ്മച്ചി, എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ പൊന്നുമോൾക്ക് എന്ത് മനസ്സിലായിന്നാ? ഞാനത്ര ചെറുതല്ലല്ലോ അമ്മച്ചി. മനുഷ്യർ തമ്മിൽ പരസ്പര സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും പുറകെ വരും. അപ്പോൾ ഈ ജീവിതം തന്നെ ലഹരിയായി തീരും. ആഹാ, പപ്പയുടെ മോൾ ഇത്രയ്ക്ക് വളർന്നോ? പപ്പ, ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറന്ന പോലൊരു ഫീൽ ഇല്ലേ? അതെ അതെ, ഇപ്പോഴാണ് എന്റെ പുൽക്കൂട് ഒരുങ്ങിയത്. അപ്പോൾ ഇനി സെന്റിമെന്റ്സിനുള്ള സമയമില്ല. എല്ലാരും വാ, ഡെക്കറേഷൻ തുടങ്ങാം. മമ്മി, വിമലാന്റി, ആ ട്രീ ഒക്കെ എടുത്തിട്ട് വന്നോളൂ. കൂട്ടിലുണ്ണി പിറന്നു മഞ്ഞിൽ തണുപ്പുള്ള രാവിൽ ഉണ്ണിയായിശോ പിറന്നു മണ്ണിൽ രക്ഷകനായി. കൂട്ടിലുണ്ണി പിറന്നു മഞ്ഞിൽ തണുപ്പുള്ള രാവിൽ ഉണ്ണിയായിശോ പിറന്നു മണ്ണിൻ രക്ഷകനായി. മാലാഖമാരൊപ്പം പാടാം, സ്വർഗീയ ഗീതം മുഴക്കാം, ആമോദമോടെ ആനന്ദമേകാം, ക്രിസ്തുന സന്തോഷമേകാം. അതെ, ബാഹ്യമായ ഒരുക്കങ്ങളിലല്ല, പരസ്പര സ്നേഹവും കരുതലും കൊണ്ടുള്ള പുൽക്കൂട്ടിലാണ് ഉണ്ണീശോ പിറക്കുന്നത്. നമുക്കും അങ്ങനെ ഒരു പുൽക്കൂടായി മാറാം. നല്ലൊരു സ്കിറ്റ് അവതരിപ്പിച്ച ഇവർക്ക് നമുക്ക് വലിയൊരു കൈകഴുകുകൾ നൽകാം.